ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മോസ്റ്റ് ഡിമാൻഡഡ് വീഡിയോ അതിലത്തെ ഒരു ടോപ്പിക്കാണ്. അതായത് ലേഡീസിന് പറ്റിയ ഓൺലൈൻ ബിസിനസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ വേറെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ലേഡീസിന് പറ്റിയ ബിസിനസ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ബേസിക്കലി ലേഡീസ് മാത്രമല്ല ജെൻസിനും ചെയ്യാൻ പറ്റിയ ബിസിനസ്സൊക്കെ ആയിരുന്നു. പക്ഷെ ഇത് ഞാൻ ഓൺലി മെന്റ് ഫോർ ലേഡീസ് ആണ്. ലേഡീസിന് മാത്രം ചെയ്യാൻ പറ്റുന്ന നല്ല എളുപ്പത്തിൽ വിതൗട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന കുറേ ബിസിനസ് ഐഡിയാസ് ആൻഡ് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം ഈ വീഡിയോ എൻഡ് വരെ കാണുക, കാരണം എൻഡ് വരെയും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണത്. ഓക്കെ, സോ ലെറ്റ് us സ്റ്റാർട്ട്. ഫസ്റ്റ് ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് ടോപ്പിക് അതായത് ലേഡീസിനെ പറ്റിയിട്ടുള്ളത്, അതായത് ഓൺലൈൻ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ബിസിനസ് ആണ്. ഇത് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റിംഗ് ആണ്. നമുക്ക് ആമസോൺ അല്ലെങ്കിൽ മിന്ത്ര അതിലും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത് ആമസോണിലെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ് കൂടുതലായിട്ട് നമുക്ക് പോപ്പുലർ ആയിട്ടുള്ള ബിസിനസ് വരുന്നത്. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ആമസോണിന്റെ ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ആമസോണിൽ ഉള്ള പ്രൊഡക്ട്സ് തന്നെ നമ്മൾ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ലിങ്ക് ത്രൂ തന്നെ ഷെയർ ചെയ്യുക. അത് ഷെയർ ചെയ്യുമ്പോൾ ഒരാൾ ആ ലിങ്ക് ത്രൂ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നമ്മുടെ അക്കൗണ്ടിലേക്ക്, നമ്മുടെ എന്താ പറയുക പ്രോഫിറ്റിലേക്ക് ഒരു പെർസെൻറ്റേജ്, അതായത് 5% അല്ലെങ്കിൽ 10% മാർജിൻസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. സോ അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? നമ്മൾ ഓൺലൈൻ മാർക്കറ്റിംഗ് ഭയങ്കര എളുപ്പമാണ്. സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരിക്കുന്നത്. കാരണം ഇതിന് പ്രൊസീജിയേഴ്സ് കുറച്ച് ലെങ്തി ആയതുകൊണ്ടാണ് പെട്ടെന്ന് ആരും ഇതിൽ ഇറങ്ങിത്തിരിക്കാറില്ല. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ആമസോണിൽ ബിസിനസ് അക്കൗണ്ട് നമുക്ക് തുടങ്ങണം. അതിനുശേഷം അതിൽ നമുക്ക് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും, നമ്മുടെ ആമസോൺ ബിസിനസ് അക്കൗണ്ടിൻ്റെ ലിങ്ക്. അപ്പോൾ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതെല്ലാം നമ്മുടെ ഫ്രണ്ട്സ് സർക്കിൾ അതേപോലെ റിലേറ്റീവ്സ് എല്ലാവർക്കും നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടെങ്കിൽ, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം വഴി നമുക്ക് സ്റ്റാറ്റസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ 4 ആൾക്കാർ കാണും. അത് കണ്ടവർക്ക് പ്രൊഡക്ട്സ് ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടായിരിക്കും പിന്നെ പർച്ചേസ് ചെയ്യാൻ പോണത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പെർസെൻറ്റേജ് എമൗണ്ട് ഓഫ് കമ്മീഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഭയങ്കര ഒരു എളുപ്പപ്പണിയാണ്. ഇൻവെസ്റ്റ്മെന്റ് തീരെ ഇല്ല, അതിനോടൊപ്പം റിസ്ക്കും ഒന്നും തന്നെ വേണ്ട. കാരണം റിട്ടേൺസ് പോളിസീസ്, ബാക്കി എന്താ പറയുക റിട്ടേൺസ് എക്സ്ചേഞ്ച് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ആമസോൺ നോക്കിക്കോളും. നമുക്ക് ജസ്റ്റ് ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ഇതിന് പ്രൊസീജിയർ, ഈ എന്താ പറയുക രജിസ്ട്രേഷൻ പ്രൊസീജിയറൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആയതുകൊണ്ടാവും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ആൾക്കാർ അധികം അവെയർ ആവാണ്ട് പോണത്. രജിസ്ട്രേഷൻ പ്രൊസീജിയർ കുറച്ച് ഡിഫിക്കൽട്ട് ആയതുകൊണ്ടാണ് ആൾക്കാർക്ക് കുറച്ച് മടി പിടിക്കുന്നതാണ് എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ രണ്ടാമത്തെ ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത് ബ്യൂട്ടി പാർലറാണ്. അത് നല്ലൊരു ബിസിനസ് ഐഡിയ ആണ്. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ എവിടെ പോകുമ്പോഴും ഭയങ്കര പ്രസന്റബിൾ ആയിട്ട് പോവാൻ നമ്മൾ എല്ലാ ലേഡീസും ശ്രമിക്കും അല്ലേ? എത്രത്തോളം ആരെങ്കിലും ഒരാൾ ത്രെഡിങ് ചെയ്യാത്തവരുണ്ടാവോ? എനിക്ക് തോന്നുന്നില്ല. ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് ഒരു 5% ലേഡീസ് മാത്രമേ ത്രെഡിങ് ചെയ്യാത്തവരുണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും ചെയ്യുന്നവരാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ബ്യൂട്ടി പാർലർ എന്ന് പറയുന്നത് അത്യാവശ്യം ആവശ്യമുള്ള എന്താ പറയുക ഒരു സാധനമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം നമുക്ക് ഫുഡ്, നമുക്ക് വീട്, അതേപോലെയാണ് ഇപ്പോൾ ബ്യൂട്ടി പാർലർ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അതും നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ്. പക്ഷെ അത്യാവശ്യം അതിനൊരു ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ, ഈ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യത്തിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് സെക്ഷനിലൊന്ന് കമൻറ്റ് ചെയ്യൂ. ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആക്കി പ്രൊവൈഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത്, ഇപ്പോൾ എനിക്കൊരു ബ്യൂട്ടി പാർലർ തുടങ്ങണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ തുടങ്ങാൻ പറ്റില്ല. കാരണം എനിക്ക് ഒരു ഐഡിയ ഇല്ല ബ്യൂട്ടി പാർലറിനെ കുറിച്ച്. കാരണം ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ തീരുമാനിച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ കോഴ്സസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇവിടെ. അപ്പോൾ നമുക്ക് കുറേ കോഴ്സസും കാര്യങ്ങളും അതേപോലെ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ സർട്ടിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ബിസിനസ് നമുക്ക് തുടങ്ങാൻ പറ്റും. അതേപോലെ മൂന്നാമത്തെ ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത് നമുക്ക് ബ്യൂട്ടി പാർലറായിട്ട് തുടങ്ങാണ്ട്
നമുക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാം. അതായത് നമുക്കിപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള അത്ര ഇതില്ല, അഫോർഡബിൾ അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. അതിന് തന്നെ നമുക്കൊരു കോഴ്സ് ഉണ്ട്, മേക്കപ്പ് ആർട്ടിസ്റ്റ് കോഴ്സ് ഉണ്ട്. സോ അത് നമുക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊരു ബ്യൂട്ടി പാർലർ ഷോപ്പ് ഒന്നും തുടങ്ങേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമുക്കൊന്ന് നമ്മുടെ ഫ്രണ്ട്സ് സർക്കിൾ, നമുക്ക് സോഷ്യൽ മീഡിയാസിലൊക്കെ നമുക്ക് അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് അത്യാവശ്യം 1-2 ഫസ്റ്റ് തുടക്കത്തിൽ നമുക്ക് ക്ലയൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ പബ്ലിക്കായി പൊക്കോളും. അതായത് നമുക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഈ റീൽസ് ഉണ്ട്. റീൽസ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി നമ്മുടെ ബിസിനസ് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെയിൻ ഉദ്ദേശം. റീൽസിന്റെ മെയിൻ ഉദ്ദേശം ഇതാണ്. അപ്പോൾ നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇപ്പോൾ കല്യാണത്തിന്റെ റിസപ്ഷന്റെ ഏത് മേക്കപ്പ് ആണെങ്കിലും അത് തീർച്ചയായിട്ടും ഫോട്ടോസും വീഡിയോസും എടുക്കാൻ മറക്കരുത്. അപ്പൊ അതൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ റീൽസ് ആയിട്ടോ അല്ലെങ്കിൽ പോസ്റ്റ് ആയിട്ടോ ഒക്കെ നമുക്ക് ഇടാൻ പറ്റും. സോ അതിനോട് നമുക്ക് പബ്ലിസിറ്റി കിട്ടാനുള്ള വഴികൾ നമുക്ക് കിട്ടും. അപ്പൊ അത് നല്ലൊരു ഓപ്ഷനാണ്. 4ാമത്തെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അക്കാഡമിക് സെന്റർ, അതായത് ട്യൂഷൻ സെന്റേഴ്സ് തുടങ്ങാനാണ് നമ്മുടെ 4ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് അക്കാഡമിക് സെന്റേഴ്സ് തുടങ്ങാമെന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് പഠിപ്പിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നല്ലൊരു ബിസിനസ് ഐഡിയ ആയിരിക്കും. കാരണം ഇന്നത്തെ കാലത്ത് നോളജ് മറ്റുള്ള ആൾക്ക് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു നമുക്ക് ബിസിനസ് മാത്രമല്ല, അത് ഭയങ്കര സാറ്റിസ്ഫാക്ഷനുള്ള വർക്കും കൂടിയാണ്. അപ്പം അതാണ് ഞാൻ മനസ്സിലാക്കി എടുക്കുന്നത്. കാരണം ഞാനൊരു ഡെന്റിസ്റ്റ് ആണ്, അതിനോടൊപ്പം ഞാനൊരു ട്യൂട്ടറാണ് ഫോർ ഡെന്റൽ സ്റ്റുഡൻസ്. അപ്പം എനിക്കറിയാം നമ്മൾ വേറൊരു ഡെന്റിസ്റ്റിനെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് അതിലൂടെ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അത് വേറെ തന്നെയാണ്. അപ്പോൾ ട്യൂട്ടറിങ് അതും നല്ലൊരു ബിസിനസ് ഓപ്ഷൻ തന്നെയാണ്. നമുക്ക് വിതൗട്ട് ഇൻവെസ്റ്റ്മെന്റ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും, വീട്ടിൽ നടത്താൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് തുടങ്ങിയിട്ട് നമുക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും. ഇപ്പം ഇത് രണ്ടും അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം നമ്മുടെ നെക്സ്റ്റ് ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത് കേക്ക് ഷോപ്പ് തുടങ്ങാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് കേക്ക് ബിസിനസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് നമുക്ക് കുറേ വർക്ക്ഷോപ്സ്, ഓൺലൈൻ ക്ലാസ്സസ്, പല ക്ലാസ്സസ് ഇങ്ങനെ കേക്ക് വർക്ക്ഷോപ്സ് ഒക്കെ അവൈലബിൾ ആണ്. സോ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ടൈപ്സിലുള്ള കേക്ക്സ് നമുക്ക് പഠിക്കാൻ പറ്റും. വെനില കേക്ക്, ചോക്ലേറ്റ് കേക്ക്, സ്ട്രോബെറി കേക്ക്, പിന്നെ എന്തൊക്കെയോ ഇപ്പോൾ തീംസ് ഒക്കെ ആയിട്ട് ഇപ്പോൾ ഡിസ്നി വേൾഡിന്റെ തീമുള്ള കേക്ക്, അങ്ങനെ പല ടൈപ്സ് ഓഫ് ദ കേക്കും ഫ്ലേവേഴ്സും വെറൈറ്റീസ് ഒക്കെ ആയിട്ട് നമുക്ക് ഇപ്പോൾ പഠിക്കാൻ പറ്റും കേട്ടോ. ജസ്റ്റ് 2 days 3 days കോഴ്സ് ഒക്കെയാണ്. അപ്പം അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ തീർച്ചയായും കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യും. ഞാൻ എല്ലാ ഡീറ്റെയിൽസും ഞാൻ പ്രൊവൈഡ് ചെയ്യാം. ഏതൊക്കെ കോഴ്സസ് ഉണ്ട് എന്നുള്ളത് ഞാൻ എല്ലാം പ്രൊവൈഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പം അത് ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് 3 ദിവസത്തെ കാര്യമുള്ളൂ. ആ 3 ദിവസം നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സുഖമായിട്ട് വീട്ടിലിരുന്നുകൊണ്ട് കേക്ക് ബിസിനസ് തുടങ്ങാൻ പറ്റും. ഇതേപോലെ തന്നെ നമ്മൾ ഒരു ഗ്യാദറിംഗ് ഉള്ളപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ട്, ആരുടെയെങ്കിലും കല്യാണം ഉണ്ട്, റിസപ്ഷൻ ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ അവിടെയൊക്കെ പോവുക, നമ്മുടെ ഈ കേക്ക് പ്രസന്റ് ചെയ്യുക. എവിടെയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുമോ, നമ്മൾ ഉണ്ടാക്കിയ കേക്ക് നമുക്ക് ആർക്കൊക്കെ കൊടുക്കാൻ പറ്റുമോ അങ്ങനെ കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ അവിടെ നിന്ന് ഓർഡർ ചെയ്തിരിക്കും. അപ്പം ആർക്കാണ് നമുക്ക് ഹോം മെയ്ഡ് കേക്ക് ഇഷ്ടമല്ല? അതല്ല, ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും എല്ലാം ഹോം മെയ്ഡായിട്ട് കിട്ടാനാണ് ഭയങ്കര താല്പര്യം. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മുടെ നെക്സ്റ്റ് ബിസിനസ് ഐഡിയ എന്ന് പറയാൻ നമുക്ക് സ്പൈസസിൻ്റെ നല്ലൊരു ഐഡിയയാണ് ബിസിനസ് തുടങ്ങാനായിട്ട്. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഓൺലൈൻ അല്ല, നമുക്ക് ഹോം മെയ്ഡ് നമുക്ക് സ്പൈസസ് ആയാലും കേക്ക്സ് ആയാലും നമുക്ക് ഹോം മെയ്ഡ് കഴിക്കാനാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ജനറേഷൻസ് മാറും തോറും കൂടുതലും ഈ ഹോം മെയ്ഡ് കാര്യങ്ങളൊക്കെയാണ് പ്രിഫർ ചെയ്യുന്നത് കേട്ടോ ആൾക്കാർ. ഇപ്പോൾ പേഴ്സണലി ഞാൻ ഹോം മെയ്ഡാണ് പ്രിഫർ ചെയ്യാറ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് നമ്മുടെ ഇവിടെ എന്തെങ്കിലും ബർത്ത്ഡേയോ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് നോക്കണത് ഹോം മെയ്ഡ് ഉണ്ടാക്കുന്ന ആരെങ്കിലും കേക്ക് ആരെങ്കിലും വീട്ടിൽ കേക്ക് ഉണ്ടാക്കാറുണ്ടോ? സോ എനിക്ക് തോന്നുന്നു എന്നെ പോലെ ആയിരിക്കും അറ്റ്ലീസ്റ്റ് ഒരു 80% ലേഡീസ് തന്നെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കേക്ക് ബിസിനസ് നന്നായിട്ട് ഓടുന്നത് പോലെ തന്നെ നമുക്ക് ഇതും നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് സ്പൈസസിൻ്റെ ബിസിനസ്. ഇപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഹോൾ സ്പൈസസ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുക. അതായത് നമുക്ക് മുളക് വാങ്ങുക, അത് നമ്മൾ പൊടിപ്പിക്കുക. നല്ല രീതിയിൽ നമുക്ക് പൊടിപ്പിച്ചിട്ട് വിറ്റ് കഴിഞ്ഞാൽ നല്ലൊരു ബ്രാൻഡ് നെയിം ക്രിയേറ്റ് ചെയ്തിട്ട് ഇതേപോലെ
കുറേ എക്സിബിഷൻസ് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ നാട്ടിൽ പ്രത്യേകിച്ച് കുറേ എക്സിബിഷൻസ് ഉണ്ടാവാറുണ്ട്. എക്സിബിഷൻസ് പറയുമ്പോൾ കുറേ ആളുകൾ കൂടുന്ന സമയമാണത്. അപ്പോൾ അങ്ങനത്തെ ഉള്ള സമയത്തൊക്കെ നമ്മൾ നമ്മുടെ ബ്രാൻഡ് നെയിം വെച്ചിട്ട് ജസ്റ്റ് ഒരു 1-2 പാക്കറ്റ് വിറ്റ് പോയാലും മതി. അത് അവർക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ ആ ബ്രാൻഡ് നെയിം വെച്ചിട്ടായിരിക്കും അവർ തേടി വരുന്നത്. അപ്പോൾ ആ ബ്രാൻഡ് നെയിം എങ്ങനെ സക്സസ്ഫുൾ ആക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ എക്സിബിഷൻസിലൊക്കെ പോവുക, അവിടെ നിങ്ങളുടെ സ്പൈസസ് എല്ലാം നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുക, വിൽക്കാൻ നോക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള ഷോപ്സിലൊക്കെ കൊടുത്തു നോക്കുക. തുടക്കത്തിൽ നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടി വന്നാലും കുഴപ്പമില്ല, ബട്ട് അത്യാവശ്യ രീതിയിൽ നിങ്ങളുടെ ആ സ്പൈസസ് എല്ലാവരും വാങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിലുള്ള ഒരു ഇൻകം നിങ്ങൾക്ക് അതിലൂടെ കിട്ടും. സോ അത് നല്ലൊരു ബിസിനസ് ഐഡിയ ആണ് ഈ സ്പൈസസിന് എന്ന് പറയുന്നത്. നമുക്ക് മുളക് പൊടി മാത്രമല്ല, മഞ്ഞപ്പൊടി, നമുക്ക് മല്ലിപ്പൊടി, പെരിഞ്ജീരകം പൊടി, അങ്ങനെ കുറേ കുരുമുളക് പൊടി, അങ്ങനെ കുറേ പൊടികൾ, നമുക്ക് എന്ന് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ അല്ലേ. അപ്പം നമുക്ക് എന്ന് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ എന്നും ഡിമാൻഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അല്ലാണ്ട് ഈ ഒരു ട്രെൻഡ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിമാൻഡ് കഴിയും അങ്ങനെയല്ല. ഇത് എപ്പോഴും നമുക്ക് ഒരു ഡിമാൻഡിൽ ഉണ്ടാവുന്ന ഒരു ഐറ്റം തന്നെയാണ് സ്പൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നല്ലൊരു ബിസിനസ് ഐഡിയ ആണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിസൈനിങ്ങിനെ കുറിച്ച് കുറച്ചെങ്കിലും നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഒരു ഗാർമെൻറ്റ് ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് മാർക്കറ്റിലേക്ക് ഇറക്കാൻ പറ്റും. സോ അത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനീസ് ഉണ്ട്, ഗാർമെൻറ്റ്സ് ഉണ്ട്. സോ അതായിട്ട് ജസ്റ്റ് ഒന്ന് ടൈ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഡിയാസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡ്രോ ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ലാപ്ടോപ്പ് ജനറേഷൻ ആയതുകൊണ്ട് ലാപ്ടോപ്പിൽ ആ ഡ്രോയിങ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ക്വാളിറ്റി ഓഫ് ഫാബ്രിക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമായതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഒരു സാമ്പിൾ പീസ് അടിച്ചു കഴിഞ്ഞാൽ അത് ജസ്റ്റ് എല്ലാ ഷോപ്സിലും പറ്റുമെങ്കിൽ സാമ്പിൾ എന്നുള്ള രീതിക്ക് നമ്മൾ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സെപ്റ്റ് ആവും. അത് എക്സെപ്റ്റ് ആവുക മാത്രമല്ല, അത് എല്ലാവരും പബ്ലിക് അടക്കം അത് എക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങും. സോ അതും നല്ല ഒരു ബിസിനസ് ഐഡിയയാണ്. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് സ്റ്റിച്ചിങ് നല്ലൊരു ബിസിനസ് ഐഡിയയാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരു ഷർട്ട് നമ്മൾ കുറേ 1-2 കൊല്ലം നമ്മൾ മാക്സിമം നമ്മൾ യൂസ് ചെയ്യില്ലേ. 1-2 കൊല്ലം കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യുക, ആ ഷർട്ട് എടുത്ത് കളയും. ആ ഷർട്ട് എടുത്ത് കളയാണ്ട് ആ ഷർട്ടും വെച്ചിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും നമുക്ക് രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുമോ, വേറെ എന്തെങ്കിലും രീതിയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഭയങ്കര ട്രെൻഡി ആയിട്ടുള്ള കാലമാണത്. അപ്പോൾ സ്റ്റിച്ചിങ് ഭയങ്കരമായിട്ട് ഗ്രോ ആവുന്ന ബിസിനസ്സാണ്. അപ്പോൾ അതും തീർച്ചയായിട്ടും നല്ലൊരു ബിസിനസ്സായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റും ഒന്നും നമുക്ക് ആവശ്യം വരുന്നില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ട്രെൻഡ് ആയിട്ടത് മറ്റേ യൂട്യൂബ് ചാനൽസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കുക്കിംഗ് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ടൊരു കുക്കിംഗ് ചാനൽ തുടങ്ങാം. ഇന്നത്തെ കാലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാം. അപ്പോൾ ഞാനൊക്കെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ പൂജ ചെയ്ത കുക്കിങ്ങിൽ എനിക്കൊന്നും അറിഞ്ഞൂടാ. നമ്മൾ ഉള്ളി എങ്ങനെയാണ് കട്ട് ചെയ്യുക, അതേപോലെ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ എങ്ങനെ കട്ട് ചെയ്ത് പോലും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. പിന്നെ ഞാൻ യൂട്യൂബ് ചാനൽസിൽ നമ്മൾ കുറേ കുക്കിംഗ് വീഡിയോസ് എല്ലാം കണ്ട് വന്നപ്പോഴാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെ, നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും അല്ലേ. എനിക്ക് അങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് എന്ത് കാര്യങ്ങൾ ഇന്ന് നമുക്ക് സെർച്ച് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം കുറേ കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും സെർച്ച് ചെയ്ത് എൻ്റെ വീഡിയോ കാണുന്നില്ലേ, അതുപോലെ തന്നെ. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് അതിലൂടെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് കുക്കിംഗ് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ നല്ലൊരു കുക്കിംഗ് ചാനൽ നമുക്ക് തുടങ്ങാൻ പറ്റും. അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് യാതൊരു ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ ഈ വീഡിയോസ് എല്ലാം ഞാൻ ഷൂട്ട് ചെയ്യുന്നത് നോർമൽ നമ്മുടെ ഫോണിലൂടെയാണ്, അല്ലാണ്ട് DSLR ക്യാമറയോ അങ്ങനെ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. നോർമൽ ഫോണിലൂടെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈവൻ ട്രൈപോഡ് സ്റ്റാൻഡ് പോലും എന്തെങ്കിലും ഇല്ല. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ പിന്നീട് എടുക്കുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡിനോട് ചിരിച്ചോണ്ടിരിക്കുകയായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതൊന്നും ഒരു സീറോ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഒരു ബിസിനസ് ചെയ്യാം, അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ, ഒരു വ്ളോഗ് നമുക്കത് എടുക്കാം. ഓക്കെ, ഹസ്ബൻഡും ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞു ഈ ഡിസ്കഷനിൽ. ഓക്കെ, അപ്പോൾ അഥവാ ഇപ്പോൾ നിങ്ങളൊരു ട്രാവലറാണ്, ട്രാവലിംഗ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ട്രാവലിംഗ് വ്ളോഗ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ ലൈഫ് സ്റ്റൈൽ വേറെ ആൾക്കാർക്ക് കാണിക്കണം, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, നിങ്ങളുടെ ജീവിത രീതി വേറെ ആൾക്കാർക്ക് കാണിക്കണം എന്നുണ്ടെങ്കിൽ അതും ഒരു വ്ളോഗ് ചാനലായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അഥവാ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് നല്ലൊരു കഴിവാണെങ്കിലോ സ്റ്റിച്ചിങ് ക്ലാസ് പോലെ തന്നെ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അതും ചെയ്യാൻ പറ്റും. നല്ലൊരു ബിസിനസ്സാണ്. ഇപ്പോഴത്തെ കാലത്തെന്നല്ല, അത് എപ്പോഴും ഒരു ട്രെൻഡിങ് രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് അത്രത്തോളം നോളേജും കാര്യങ്ങളൊക്കെയാണ് യൂട്യൂബ് ചാനൽസ് ത്രൂ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതും നല്ലൊരു ഗ്രോയിങ് ബിസിനസ് തന്നെയാണ്.
യെസ് ഒബ്വിയസ്ലി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം, കുറച്ച് ടൈം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം നന്നായിട്ട് ഗ്രോ ആവാൻ വേണ്ടി നമുക്ക് കുറച്ച് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ഒരു പ്രാവശ്യം ഗ്രോ ആയിക്കഴിഞ്ഞാൽ ദെൻ ഇറ്റ്സ് ഡൺ. അങ്ങനത്തെ ഒരു ബിസിനസ്സാണ് യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ബിസിനസ് എല്ലാം നിങ്ങൾ കേരളത്തിലാണെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾ എവിടെയാണെങ്കിലും ഇന്ത്യക്ക് പുറത്തോ എവിടെയാണെങ്കിലും ഒരേ രീതിയിൽ വർക്കൗട്ട് ആവുന്ന ബിസിനസ്സൊക്കെയാണ് ഇതെല്ലാം. അപ്പം ഞാൻ പ്രസന്റ്ലി ഇരിക്കുന്നത് ദുബായിലാണ്. ഇപ്പോൾ UAE ആയാലും ഈ ബിസിനസ് എല്ലാം വർക്ക് ആവുന്നുണ്ട്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഇവിടെ കേക്ക് വർക്ക്ഷോപ്സ് ഒക്കെ നടത്തുന്നുണ്ട്. അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അവർക്ക് സ്വന്തമായിട്ട്. അപ്പോൾ അവരോടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ കാരണം എനിക്ക് എൻ്റെ സബ്സ്ക്രൈബർ എനിക്ക് മെസ്സേജ് തന്നപ്പോൾ ഞാൻ സെർച്ച് ചെയ്യാൻ തുടങ്ങി. കാരണം എന്തൊക്കെയാണ് നമുക്ക് പറ്റിയ ബിസിനസ്സുകൾ. അപ്പോൾ ഇവരുടെ അടുത്തൊക്കെ ഞാൻ സംസാരിച്ച് വന്നപ്പോഴാണ് ഇവർ പറഞ്ഞത്. കാരണം നല്ല രീതിയിൽ അവരുടെ ബിസിനസ് ഗ്രോ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഗ്രോ ആയത് അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഓൺലൈൻ നമുക്ക് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഫേസ്ബുക്കിൽ പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് റീൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ വാട്സപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ കോൺടാക്ട്സിൽ നമുക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല റീച്ച് നമുക്ക് ഈ ബിസിനസ്സുകളൊക്കെ എത്തും. അപ്പോൾ ലോകത്തിൽ എവിടെ ഇരിക്കുകയാണെങ്കിലും ഈ ബിസിനസ് തീർച്ചയായിട്ടും വർക്കൗട്ട് ആവും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 6 or 7 ബിസിനസ് ടിപ്സ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ കുറച്ചെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. അതിനോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അടിപൊളി ഒരു വ്ളോഗായിട്ട് കാണാം. ബൈ.